Praise be to Jesus Christ and Blessed Virgin Mary. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെജുബി. എല്ലാവർക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഫാദേഴ്സ് ഡേ കൂടെയാണ്. എല്ലാ അപ്പന്മാർക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. വിശുദ്ധ ഔസേപ്പിതാവ് ഗരബന്ധാം മുന്നറിയിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 2023 2 വർഷം മുൻപാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഔസേപ്പിതാവിൻ്റെ അറിയപ്പെടാത്ത ചില പ്രത്യക്ഷീകരണങ്ങളുണ്ട്. ഔസേപ്പിതാവ് വിശുദ്ധ ബൈബിളിൽ സംസാരിച്ചതായിട്ട് ഒരു വാക്കും ഇല്ല. എന്നാൽ ഈ അവസാന കാലത്ത് ഔസേപ്പിതാവ് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sic et nos dimittimus debitoribus nostris, et ne nos indicas in tentationem, sed libera nos a malo. ആമേൻ. വിശുദ്ധ ഔസേപ്പിതാവ് ലോകത്തിൻ്റെ പല ഭാഗത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ട അത്ര എണ്ണം പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലോ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ ചർച്ച് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്, അതായത് ലോക്കൽ ബിഷപ്സ് അപ്രൂവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ട്, അതായത് ഫേക്ക് അല്ല, ദൈവികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ അപ്പാരിഷൻ 1660 ജൂൺ മാസം 7 ഫ്രാൻസിലെ കോട്ടിഗ്നായിൽ സംഭവിച്ച അപ്പാരിഷനാണ്. അതായത് അവിടെ കുറച്ച് ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ഗാസ്പാർ എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ, അദ്ദേഹം വളരെ ദാഹിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ ആ കാണുന്ന കല്ല് പൊക്കുക, ആ കല്ലിനടിയിൽ നിന്ന് എനിക്ക് വെള്ളം ലഭിക്കും എന്ന് ഈ വ്യക്തി പറഞ്ഞു. ആ കല്ല് ഒരാൾ വിചാരിച്ചാൽ ഒരിക്കലും പൊക്കാൻ സാധിക്കില്ല. പക്ഷേ ഇദ്ദേഹം, ഈ ആട്ടിടയൻ, അത് വളരെ നിഷ്പ്രയാസം ഈ വ്യക്തി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പൊക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഈ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. നന്ദി പറയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ വ്യക്തി കാണാനില്ല. പിന്നീട് മനസ്സിലായി അത് വന്നത് യഥാർത്ഥ വിശുദ്ധ ഔസേപ്പിതാവ് തന്നെയായിരുന്നു എന്നുള്ളത്. ഇന്നും ആ നീരുറവ ഒഴുകുന്നുണ്ട്. അതിൽ നിന്ന് നിരവധി അത്ഭുതങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ നീരുറവ പാനം ചെയ്യുന്നവർക്ക്. 1960 ജൂൺ മാസം 7 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നു. വേറെ ഒന്നും വിശുദ്ധ ഔസേപ്പിതാവ് അവിടെ സംസാരിച്ചില്ല, ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം. പിന്നീട് 1917 ഒക്ടോബർ മാസം 13 സൺ മിറാക്കിള് സംഭവിച്ചല്ലോ പോർച്ചുഗലിൽ ഫാത്തിമയിൽ. അപ്പോൾ അവിടെ ഈ സൺ മിറാക്കിള് നടക്കുന്നതിന് മുൻപ് സൂര്യൻ്റെ അടുത്തായിട്ട് വിശുദ്ധ ഔസേപ്പിതാവ് ഉണ്ണീശോയും പിടിച്ചുകൊണ്ട് ലോകത്തെ ബ്ലസ് ചെയ്യുന്നതായിട്ട് സിസ്റ്റർ ലൂസി കണ്ടു എന്ന് സിസ്റ്റർ ലൂസി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും വിശുദ്ധ ഔസേപ്പിതാവ് ഒന്നും സംസാരിച്ചില്ല. ഔസേപ്പിതാവിൻ്റെ പ്രത്യക്ഷീകരണം മാത്രമാണ് ഉണ്ടായത്. അവിടെയും ഒന്നും ഔസേപ്പിതാവ് സംസാരിച്ചില്ല. പിന്നീട് 1879 ഓഗസ്റ്റ് 21 അയർലൻഡിലെ നോക്കിൽ വലിയൊരു പ്രത്യക്ഷീകരണം നടന്നു. അത് വിശുദ്ധ ഔസേപ്പിതാവ് മാത്രമായിരുന്നില്ല, വിശുദ്ധ ഔസേപ്പിതാവും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായും പരിശുദ്ധ കന്യകാമറിയവും പിന്നെ ഈശോ ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവരിങ്ങനെ ഒരു സ്റ്റാച്യു പോലെ ആ നോക്കിലെ ദേവാലയത്തിൽ സ്റ്റാച്യു പോലെ നിൽക്കുകയായിരുന്നു. ആൾക്കാരിത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഔസേപ്പിതാവ് മാതാവിന് മുൻപിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന പൊസിഷനിൽ വളരെ മാതാവിനെ ബഹുമാനത്തോടുകൂടെ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുണ്ട്, മാതാവുണ്ട്, ദൈവത്തിൻ്റെ കുഞ്ഞാടുണ്ട്. അപ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിലും വിശുദ്ധ ഔസേപ്പിതാവ് ഒന്നും സംസാരിക്കുന്നില്ല, പ്രത്യക്ഷീകരണം മാത്രമാണ്. അത് വലിയ ഒരു പ്രത്യക്ഷീകരണമായിരുന്നു. പിന്നീട് 1994 22 വയസ്സുകാരനായ ബ്രസീലിലെ ഇറ്റപ്പെരങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തെ എൻസൻ ബ്ലോബറിനാണ് ഔസേപ്പിതാവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിയയ്ക്കും ഔസേപ്പിതാവും മാതാവും പ്രത്യക്ഷപ്പെട്ട സന്ദേശം നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എഡ്സൺ ഗ്ലോബറിനോടാണ് ഔസേപ്പിതാവ് കൂടുതലായിട്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ ഹെയിൽ മീരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് പോലെ വിശുദ്ധ ഔസേപ്പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. ഹെയിൽ ജോസഫ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനയെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെ വണങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് ബ്ലെസ്സിങ്സ് ഔസേപ്പിതാവ് അവിടെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഔസേപ്പിതാവ് ലോകത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും എന്തുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിന് നിർമ്മല ഹൃദയം വണങ്ങപ്പെടണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്
എഡ്സൺ ഗ്ലോവറിന് 1994 വിശുദ്ധ ഔസേപ്പിതാവ് സന്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീട് 2021 മുതൽ 2023 ഇടയിൽ അന്ന് പറഞ്ഞ ജ്യോതി ശോഭി എന്ന് പറഞ്ഞ ബാലനാണ് വിശുദ്ധ ഔസേപ്പിതാവ് സന്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ ഗർഭന്തൽ മുന്നറിയിപ്പിനെ പറ്റിയിട്ടും മറ്റ് സംഭവങ്ങളെ പറ്റിയിട്ടും വിശുദ്ധ ഔസേപ്പിതാവ് നൽകിയ സന്ദേശം ഞാൻ വായിക്കാം. ഈശോയ്ക്കും മറിയത്തിനും സ്തുതി. ഞാൻ ദൈവജനനിയുടെ ഭർത്താവായ മാർ യോസേപ്പ്. എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ പരിശുദ്ധ ഭാര്യയെ 11-ാം തീയതി സന്ദേശം നൽകുമെങ്കിലും ഇന്ന് എൻ്റെ നിർമ്മല ഹൃദയ തിരുനാൾ ആയതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. ഇപ്പം ജൂൺ മാസം 21-നാണ് ഈ സന്ദേശം, 2023. ഭൂമി അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട നാളിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് ഏറ്റവും ദുഃഖപൂർണവും ഭയാനകവുമായ കാലമാണ്. സഭയ്ക്കും സഭയ്ക്ക് പുറത്തും വേദനാജനകമായ കാര്യം സംഭവിക്കുന്നതാ. ഒരു കത്തോലിക്കൻ ആയിരിക്കുന്നത് അപമാനമാണെന്ന് പല കത്തോലിക്കരും കരുതും. വീണുപോകുന്ന ചില വിളിക്കപ്പെട്ടവർ കാരണം എല്ലാ വൈദികരെയും കന്യാസ്ത്രീകളെയും അടച്ച് ആക്ഷേപിക്കാൻ ഇപ്പോഴും ഉണ്ടെങ്കിലും വരും നാളുകളിൽ അത് കൂടി വരും. പല സന്യാസിനി സഭകളും ദൈവവിളിയുടെ കുറവ് കാരണം അടച്ചു പൂട്ടേണ്ടി വരും. ചില വൈദികരും അൽമായരും തന്നെ സഭയ്ക്ക് നേരെ തിരിയും. സഭയുടെ മക്കൾ സഭയ്ക്ക് നേരെ കല്ലെറിയും. സഭയുടെ സംരക്ഷകനായ ഞാൻ വേദനയോടെ പറയുന്നു, എൻ്റെ പരിശുദ്ധ ഭാര്യ മുൻപ് പലയിടത്തും പറഞ്ഞിട്ടുള്ളതുപോലെ മരിച്ചു പോയവരെ ഓർത്ത് നിങ്ങൾ അസൂയപ്പെടുന്ന കാലം ആസന്നമായിരിക്കുന്നു. ഗരബന്താളിലെ മുന്നറിയിപ്പ് ഉടനെ ഉണ്ടാകും. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവം നോഹയുടെ കാലത്ത് എന്നതുപോലെ മഹാശിക്ഷകൾ അയച്ച് ഭൂമിയെ ശിക്ഷിക്കാതിരിക്കാൻ അപേക്ഷിക്കുക. പല തെറ്റായ ഭക്തഭ്യാസങ്ങളും ഈ നാളുകളിൽ ഉടലെടുക്കും. പല ആളുകളും ജപമാലയിൽ കൂട്ടിച്ചേർക്കലുകളും നടത്തി അവസാനം ജപമാല എൻ്റെ പരിശുദ്ധ ഭാര്യ ആഗ്രഹിക്കാത്തതുപോലെ ആക്കി തീർക്കും. എന്നാലും അപ്പോഴും പരിശുദ്ധ ഭാര്യയുടെ ഹിതമനുസരിച്ച് ജപമാല ചൊല്ലുന്നവർക്ക് അവൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിശ്ചയമായും ലഭിക്കും. എൻ്റെ നിർമ്മല ഹൃദയത്തോട്ടുള്ള ഭക്തി സ്ഥാപിക്കപ്പെടേണ്ട കാലമാണിത്. അതിനുവേണ്ടിയാണ് ഞാൻ നിർമ്മല ഹൃദയനാഥനായി വന്നിരിക്കുന്നത്. എൻ്റെ പരിശുദ്ധ ഭാര്യയുടെ വിമല ഹൃദയത്തോടൊപ്പം എൻ്റെ നിർമ്മല ഹൃദയവും വിജയം വരിക്കും. ഈ പീഡനങ്ങളിൽ സംരക്ഷകനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മക്കളെ, പീഡനങ്ങളിൽ അടിപതറാതെ എൻ്റെ മകന് സാക്ഷ്യം നൽകുക. എൻ്റെ മക്കളെ, സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedictatur mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo.